നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഞാൻ ഒരാഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു കുറച്ച് കൺഫർമേഷൻ ആയ കുറച്ച് ലിസ്റ്റുകൾ. കൺഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കൺഫേം എന്നേ പറയാൻ പറ്റും. കാരണം സ്റ്റേജിനകത്ത് അല്ലെങ്കിൽ ബിഗ് ബോസ് വീടിനകത്ത് കയറിയത് വരെ നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റില്ല. എങ്കിലും ഇത് നിങ്ങൾ അങ്ങോട്ട് ഒരു 99% ഉറപ്പിച്ചോളൂ. ഈ പറയുന്ന ലിസ്റ്റുകൾ ഇത് എവിടെ നിന്ന് ആദ്യം ഈ ലിസ്റ്റ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ലിസ്റ്റ് കിട്ടിയിട്ട് ഒരാഴ്ചയിൽ ഒരു 8-10 ദിവസമായി ഈ ലിസ്റ്റ് കിട്ടിയിട്ട്. 10-ാം തീയതിക്ക് ശേഷം പുറത്ത് വിട്ടാൽ മതി എന്നുള്ളത് കൊണ്ട് നമ്മളതങ്ങനെ പിടിച്ചു വയ്ക്കും. ഇതും 100% കൺഫർമേഷൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഓൾമോസ്റ്റ് ഈ പേരൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ 10-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇത് പുറത്ത് വിടാമെന്നുള്ള രീതിയിൽ എങ്ങനെ ഈ ലിസ്റ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ എങ്ങനെ ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് ആദ്യം ഈ പറയുന്ന അതായത് കൺഫേംഡ് ലിസ്റ്റ് ലീക്കാവുന്നത് ആർക്കാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ, അതായത് ബിഹൈൻഡ് ടു ടൈസ്, ഈ പറയുന്ന സന സൗത്ത്, ഈ പറയുന്ന ഷാജി പാപ്പൻ, അങ്ങനെയുള്ള ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസുകൾക്ക് അവർക്ക് ഇന്റർവ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് തന്നെ ലിസ്റ്റ് കൊടുക്കുമെന്നുള്ളതാണ് സത്യം. ഏഷ്യാനെറ്റ് തന്നെ അവർക്ക് ലിസ്റ്റ് കൊടുക്കും. ഇവരെന്ത് ചെയ്യുന്ന അറിയാമോ, ഇവരെ വിളിച്ച് ഇന്റർവ്യൂ എടുത്തു വെക്കും. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവര് ബിഗ് ബോസിന് വീട്ടിനകത്തോട്ട് കയറിയതിനു ശേഷം മിക്കവാറും അതായത് 99% ബിഗ് ബോസ് വീട്ടിനകത്ത് ഇവർ എൻ്റർ ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ ഇന്റർവ്യൂസ് ഇവരെന്ത് ചെയ്താറ് പുറത്ത് വിടാറുള്ളത്. മനസ്സിലായോ? അങ്ങനെ ഇന്റർവ്യൂസിനെ വിളിച്ച അല്ലെങ്കിൽ ഇന്റർവ്യൂസ് എടുത്തു വെച്ച കുറെ പേരുടെ ലിസ്റ്റാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെയാണ് നമുക്ക് കൺഫർമേഷൻ ഒരുവിധം കിട്ടുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള മീഡിയകൾക്ക് ആദ്യമേ തന്നെ ആരൊക്കെ ആയിരിക്കും ഈ പറയുന്ന ബിഗ് ബോസിനകത്ത് കൺഫേംഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പായിട്ട് ഏഷ്യാനെറ്റ് തന്നെ കൊടുത്തിരിക്കും ഒരു ലിസ്റ്റ്. കാരണം എന്താ, ഇത് ഈ പറയുന്ന അതിന് ശേഷം ഇത് പുറത്താക്കുമ്പോൾ ഈ പറയുന്ന ഷോയ്ക്കും എല്ലാത്തിനും ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് ഇവർ കൊടുക്കുന്നത്. ഇവരടുത്ത് സ്ട്രിക്ട്ലി ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കേസ് ഈ പറയുന്ന നിങ്ങൾ ഇന്റർവ്യൂ വിളിക്കുന്ന ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ പോലും റിവീൽ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എങ്കിലും ഇന്റർവ്യൂവിനെ വിളിക്കുമ്പോൾ തന്നെ ഇവർ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറൊക്കെയാണ് പതിവ്. നിങ്ങൾ കൺഫേം ആണ്, എനിക്ക് ഏഷ്യാനെറ്റിൽ നിന്ന് എന്ത് ചെയ്യാം കൺഫർമേഷൻ കിട്ടി എന്നുള്ളത്. അങ്ങനെ വിളിച്ച കുറച്ചു പേരുടെ ലിസ്റ്റാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിൽ ആദ്യം പറയുന്ന 2 പേരുകൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, കൺഫേം ആണെന്ന് അറിയുന്നു. പക്ഷെ എനിക്കതിൽ ഡൗട്ടുണ്ട്. ആ ആദ്യത്തെ 2 പേരുടെ ലിസ്റ്റാണ് ആദ്യം പറയുന്നത്. ഒന്ന് സാജൻ സൂര്യ, രണ്ടാമത്തത് ശ്രീലക്ഷ്മി അറക്കൽ. സാജൻ സൂര്യ ഈ പറഞ്ഞറിയല്ലോ, ഗീതാ ഗോവിന്ദൻ ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുകയും ഇപ്പോൾ ഗീതാ ഗോവിന്ദൻ എന്ന് പറയുന്ന സീരിയൽ ലൈവായിട്ട് നിൽക്കുകയാണ്. അതിപ്പോൾ ഈ ഇടയ്ക്കൊന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും ശ്രീലക്ഷ്മി അറക്കലും ഈ 2 പേർക്കും ഈ പറയുന്ന പോലെ കൺഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ഇന്റർവ്യൂ ഒന്നാമത്തെ കേസ് അവരുടെ ഇന്റർവ്യൂ പുറത്തായി. ഇന്റർവ്യൂ അങ്ങനെ പുറത്താവാൻ ചാൻസ് ഇല്ല. അങ്ങനെ അതാപക്ഷി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്റർവ്യൂ പുറത്താവാനുള്ളത്. ഇനി മറ്റൊരു ചാൻസും കൂടി ഉള്ളത്, വേണമെങ്കിൽ ഇവർക്ക് 2 ഇന്റർവ്യൂ എടുത്തു വെച്ചിരിക്കാം. ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ ഇന്റർവ്യൂ പുറത്താവുമായിരിക്കാം. അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. സാജൻ സൂര്യയുടെ കേസ് പറയുകയാണെങ്കിൽ സാജൻ സൂര്യ പോസിബിളി ഏഷ്യാനെറ്റ് തന്നെയാണ് ആ സീരിയൽ. പക്ഷെ അതിങ്ങനെ അവരുടെ ലീഡിംഗ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അത് കളഞ്ഞിട്ട് ബിഗ് ബോസിലേക്ക് വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുള്ളത് കൊണ്ടാണ് എനിക്കൊരു കൺഫ്യൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റിയത്. പക്ഷെ ഈ പി ലിസ്റ്റ് നമുക്ക് കിട്ടിയതാണ്. മൂന്നാമത്തെ പേര് അപ്സര ആൽബി. അതും ഈ പറയുന്ന സാന്ത്വനം സീരിയലിൽ തന്നെ ജയന്തി എന്ന് പറയുന്ന ക്യാരക്ടറാണെന്നോ അല്ലേ. അപ്സര ആൽബിയെ ഈ പറയുന്ന ഏതാണ്ട് ഒരു 90 വേണമെങ്കിൽ നമുക്കൊരു 99.9% ഒക്കെ കൺഫേം ആക്കാൻ പറ്റുന്ന ഒരു പേരാണ് അപ്സര ആൽബി. ഓക്കെ, അടുത്തത് ശരണ്യ ആനന്ദ്. ശരണ്യ ആനന്ദ് കുടുംബ വിളക്ക് ഫ്രെയിമായ ശരണ്യ ആനന്ദിനും ഇതുപോലെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു, പുറത്താക്കിയിട്ടില്ല, ഇന്റർവ്യൂ ഔട്ടായിട്ടില്ല, ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു എന്നറിയുന്നു. അപ്പോൾ അതിനെയും നമുക്കൊരു 90% അബോവ് നമുക്ക് കൺഫർമേഷൻ പറയാൻ പറ്റും. ആരാണ്? ശരണ്യ ആനന്ദ്. പിന്നെ പറയുന്നത് തട്ടിമുട്ടിയും ഫ്രെയിമായ സിദ്ധാർത്ഥ് പ്രഭു. നമുക്കറിയാം പണ്ടത്തെ തട്ടിമുട്ടിൽ കൊച്ചു പയ്യൻ, പൊടിമീശ ഉള്ള പയ്യൻ, ഇപ്പൊ കുറച്ച് പുരുഷനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് പ്രഭുവും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ഏതാണ്ട് 90 എബോവ് കൺഫർമേഷൻ ആയി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവന്റെയും ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഉപ്പുമുളക് ഫെയിമായ മുടിയനും ഇതുപോലെ തന്നെയാണ്. ഏതാണ്ട് മുടിയന്റെ കേസ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴേ കൺഫർമേഷൻ പറയാം, 100% കൺഫർമേഷൻ പറയാം. അങ്ങനെ ഒരു തരത്തിലേക്ക് മുടിയന്റെ പേരും വരുന്നുണ്ട്. അത് പിന്നെ ഇപ്പോ അടുത്തതായിട്ട് ഈ തവണ തൊട്ട് ഒരു പ്രത്യേക ഈ പറയുന്ന ഒരു കാറ്റഗറിയും കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ ഈ പറയുന്ന ആങ്കർ
മനസ്സിലായോ? ഓൺലൈൻ മീഡിയ ആങ്കർ എന്നുള്ള രീതിയിൽ ഓൺലൈൻ മീഡിയയിൽ ആങ്കറായിട്ട് നിൽക്കുന്ന ആ ഒരു കാറ്റഗറി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കാറ്റഗറിയിൽ ഈ വട്ടം സെലക്ഷൻ ആവാൻ പോകുന്നത് മറ്റാരുമല്ല, അത് പൂജയാണ്. വെറൈറ്റി മീഡിയയിലെ പൂജയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നതും. അതും നമുക്ക് ഈ പറയുന്ന ലിസ്റ്റുകളെല്ലാം നിങ്ങൾ ഓർത്തു, ചിലപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ പറയുന്ന ഞാൻ ലിസ്റ്റുകളിലെല്ലാം 90 ലെവൽ വരാനുള്ള ചാൻസുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇൻ കേസ് വേണമെങ്കിൽ അവസാന ഘട്ടത്തിൽ നമുക്ക് കൺഫർമേഷൻ കൊടുത്തിട്ടും അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും പറഞ്ഞ് കയറാൻ പറ്റാതെ വരുന്ന ആൾക്കാരേ ഉള്ളൂ. ഈ പറയുന്ന ലിസ്റ്റുകളെല്ലാം ഓക്കെ 90 എബോവുള്ള ലിസ്റ്റുകളാണ്. പിന്നെ 8ാമത്തെ പേരെന്ന് പറയുന്നത് യമുന റാണി. അതായത് യമുന റാണി എന്ന് പറഞ്ഞാൽ പഴയ സീരിയലിലൊക്കെ ഉണ്ടാവും. ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടത്തെ നമ്മുടെ മനീഷയ്ക്ക് പകരമായിട്ട് അങ്ങനെ ഒരു സീനിയർ സിറ്റിസന്റെ റോളിൽ യമുന റാണി, ഈ പറയുന്ന യമുന റാണിയിലും ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അറിയാമെന്ന്. ഉടനെ അത് ഔട്ടാകും, അതായത് ബിഗ് ബോസിനകത്തോട്ട് കയറിയതിനു ശേഷം ഔട്ടാകും എന്നുള്ളതാണ് യമുന റാണി എന്ന് പറയുന്ന സീരിയൽ ആക്ട്രസ്. മനസ്സിലായല്ലോ? അടുത്ത് നമുക്ക് എപ്പോഴും നമ്മൾ ഒരുപാട് പേരുകളിൽ പറയാനുള്ള മറ്റൊരു പേരാണ് ജാസ്മിൻ ജാഫർ. നമുക്കറിയാം, നമ്മൾ ആദ്യം തൊട്ടേ കൺഫർമേഷൻ ആവും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന ജാസ്മിൻ ജാഫർ ഈ പറഞ്ഞതുപോലെ ഒരു 90% എബോ കൺഫർമേഷൻ ആവും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറയുന്ന 9 പേരുകൾ അല്ലെ, 9 പേരുകൾ, 9 പേരുകളിൽ എല്ലാം ഒരു 90, ചിലപ്പോൾ വേണമെങ്കിൽ എല്ലാവരും വന്നാലും നിങ്ങൾ ഒരിക്കലും അത്ഭുതപ്പെടാനല്ല. എന്റെ ഒരു മനസ്സിലാണെങ്കിൽ ഇതിലൊരു എങ്ങനെ പോലും ഒരു 90% ആൾക്കാർ വന്നിരിക്കണം എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഈ രാജീവ് പരമേശ്വരന്റെ പേര് പിന്നെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ കൺഫർമേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. അവരുടെ ഈ പറയുന്ന ഇന്റർവ്യൂസ് എടുത്തോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇന്റർവ്യൂ കിട്ടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ അവരുടെ ഇന്റർവ്യൂ പോസ്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോഴുള്ള ലിസ്റ്റുകൾ കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്കിതിനെ ഒരു നമുക്ക് എബോവ് 90% ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറഞ്ഞതുപോലെ കൺഫേം പറയാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ ലിസ്റ്റുകൾ 9 പേരിൽ, അതായത് ഒന്നുകൂടി പറയണം, സാജൻ സൂര്യ, ശ്രീലക്ഷ്മി അറക്കൽ. ഇതിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു സാജൻ സൂര്യ, ശ്രീലക്ഷ്മി അറക്കൽ എനിക്ക് കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അവർ പറയുന്നു ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് കൊടുത്ത ലിസ്റ്റാണെന്ന് പറയുന്നു. പക്ഷെ രണ്ടുപേരായിട്ടും ഇന്റർവ്യൂ ഔട്ടാകുകയും അതുപോലെ തന്നെ സാജൻ സൂര്യ ഇപ്പോഴും നിലവിൽ ഈ പറയുന്ന കറണ്ട് ഈ പറയുന്ന ഏതാണ് ഗീതാ ഗോവിന്ദം എന്നുള്ള സീരിയൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിലയ്ക്ക് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് നോക്കാൻ പറയാൻ പറ്റത്തില്ല. അടുത്ത അപ്സര ആൽബി, ശരണ്യ ആനന്ദ്, സിദ്ധാർത്ഥ് പ്രഭു, നമ്മുടെ മുടിയൻ, പൂജ, വെറൈറ്റി മീഡിയയിലെ പൂജ, ആങ്കറായ പൂജ, യമുന റാണി, ജാസ്മിൻ ജാഫർ, നമ്മുടെ ബ്യൂട്ടി വ്ളോഗറായ വളരെ കോൺട്രവേഴ്സിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഏറ്റവും കൂടുതൽ കണ്ടന്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ജാസ്മിൻ ജാഫറും ഉറപ്പായിട്ടും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.